ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചില്ലു ബെല്ലു ഹില്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ജൂലൈ 21 ചാന്ദ്രദിനത്തോടനുബന്ധിച്ചുള്ള ക്വിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 250 ചോദ്യങ്ങളുമായാണ് എത്തിയിരിക്കുന്നത്. ഈ വീഡിയോയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായും ചാന്ദ്രദിന ക്വിസിൽ വിജയിക്കാം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഡയമണ്ട് റിംഗ് എന്ന പ്രതിഭാസം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സൂര്യഗ്രഹണം. ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ഏതാണ്? ഉത്തരം കലാംസാറ്റ്. ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണ്ണചന്ദ്രന് പറയുന്ന പേര് എന്താണ്? ഉത്തരം ബ്ലൂ മൂൺ. സൂപ്പർ മൂൺ എന്നാൽ എന്ത്? ഉത്തരം ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം. സൗരക്കാറ്റുകൾ ഉണ്ടാകുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? ഉത്തരം 11 വർഷത്തിൽ ഒരിക്കൽ. അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി ഏത്? ഉത്തരം നാസ. ആകാശഗംഗ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഗാലക്സി ഏത്? ഉത്തരം ആൻഡ്രോമിഡ. ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഏത്? ഉത്തരം ഹിജ്റ വർഷം. ചന്ദ്രനിലെ മണ്ണിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം റിഗോലിത്ത്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്ന്? ഉത്തരം 1969 ജൂലൈ 21. ആദ്യ ചന്ദ്രയാത്രയിലെ യാത്രികർ എത്ര പേരായിരുന്നു? ആരൊക്കെയാണ് അവർ? ഉത്തരം 3 പേർ. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ്. നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഭൂമിയിൽ തിരിച്ചിറങ്ങിയ സ്ഥലം ഏത്? ഉത്തരം ശാന്തസമുദ്രം, പസഫിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ ആര്? ഉത്തരം നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ നോക്കി പറഞ്ഞത് എന്ത്? ഉത്തരം ബിഗ്, ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ എത്ര സമയം ചിലവഴിച്ചു? ഉത്തരം 2 മണിക്കൂർ 48 മിനിറ്റ്. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ മനുഷ്യൻ ആര്? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. അപ്പോളോ വാഹനങ്ങളെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏത്? ഉത്തരം സാറ്റേൺ 5. 1969 ജൂലൈ 21 മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച ദൗത്യം ഏത്? ഉത്തരം അപ്പോളോ 11. ശൂന്യാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം നീൽ ആംസ്ട്രോങ്. മനുഷ്യന് ഒരു ചെറിയ ചുവടുവെപ്പ്, മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടം. ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം നീൽ ആംസ്ട്രോങ്. രണ്ടാമത് ചന്ദ്രനിലേക്ക് യാത്രികരെ കൊണ്ടുപോയ വാഹനം ഏത്? ഉത്തരം അപ്പോളോ 12. അവസാനം ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യൻ ആര്? ഉത്തരം യൂജിൻ സെർനാൻ. ചൈനീസ് ഐതിഹ്യപ്രകാരം ചന്ദ്രന്റെ ദേവത ആരാണ്? ഉത്തരം ചാങ്. ചന്ദ്രന്റെ എത്ര ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന്? ഉത്തരം 400 ഇരട്ടി. ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഏത്? ഉത്തരം ന്യൂട്ടൺ ഗർത്തം. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ഏത്? ഉത്തരം ബെയ്ലി ഗർത്തം. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ഉത്തരം ശുക്രൻ അഥവാ വീണസ്. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ഏത്? ഉത്തരം ശുക്രൻ അഥവാ വീണസ്. ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകം ഏത്? ഉത്തരം ടൈറ്റാനിയം. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രക്കലകൾ വലുതാവുന്നതിനെ പറയുന്ന പേര് എന്താണ്? ഉത്തരം വൃദ്ധി അഥവാ വാക്സിംഗ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രക്കലകൾ ചെറുതാവുന്നതിനെ പറയുന്ന പേര് എന്ത്? ഉത്തരം ക്ഷയം അഥവാ വാണിംഗ്. ഇന്ത്യയുടെ ഉപഗ്രഹ വാർത്താവിനിമയ ഭൂനിലയം ഏത്?
ഉത്തരം വിക്രം സ്റ്റേഷൻ. ബഹിരാകാശ ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 12. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത്? ഉത്തരം തുമ്പ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് ജില്ലയിലാണ്? ഉത്തരം തിരുവനന്തപുരം. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തുമ്പ. ആദ്യമായി ബഹിരാകാശത്ത് പോയ നായയുടെ പേര് എന്ത്? ഉത്തരം ലൈക്ക. ഹാരിയുടെ വാൽനക്ഷത്രം അവസാനം പ്രത്യക്ഷപ്പെട്ട വർഷം? ഉത്തരം 1986. ഏതു വാഹനത്തിലാണ് ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തേക്ക് അയച്ചത്? ഉത്തരം സ്പുട്നിക് 2. ISROയുടെ പൂർണ്ണ രൂപം എന്ത്? ഉത്തരം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷമാണ്? ഉത്തരം 12 വർഷം. സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം? ഉത്തരം 8.2 മിനിറ്റ്. സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളെ വിളിക്കുന്ന പേര് എന്ത്? ഉത്തരം നക്ഷത്രങ്ങൾ. ഏറ്റവും തണുത്ത ഗ്രഹം ഏത്? ഉത്തരം നെപ്റ്റ്യൂൺ. നക്ഷത്രങ്ങൾ തമ്മിലുള്ള വലിയ ദൂരം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ഉത്തരം പ്രകാശവർഷം. പ്രകാശവർഷം എന്നാൽ എന്ത്? ഉത്തരം ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം. അമേരിക്കയുടെ ബഹിരാകാശ യാത്രികർ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം ആസ്ട്രോനട്ട്. റഷ്യയുടെ ബഹിരാകാശ യാത്രികർ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം കോസ്മോനട്ട്. യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനാണ്? ഉത്തരം റഷ്യ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യമായിരുന്നു. ചോദ്യം ഇതാണ്: ചന്ദ്രനിൽ ഏറ്റവും അവസാനമായി കാലുകുത്തിയത് ആര്? ഉത്തരം യൂജിൻ സെർനാൻ, ഹാരിസൺ സ്മിത്ത്, റൊണാൾഡ് ഇവാൻസ്. ഏറ്റവും ആദ്യം ശരി ഉത്തരം അയച്ചത് 445 ടെക് 4 എന്ന അക്കൗണ്ടാണ്. രണ്ടാമതായി അനുമോൾ സി എന്ന അക്കൗണ്ട്. മൂന്നാമതായി ഷാനി വിബി എന്ന അക്കൗണ്ട്. ശരി ഉത്തരം അയച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി ഏത്? ഉത്തരം ആകാശഗംഗ അഥവാ ക്ഷീരപഥം. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ഉത്തരം ശുക്രൻ അഥവാ വീനസ്. ആദ്യ ചാന്ദ്രയാത്രികർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേര് എന്ത്? ഉത്തരം പ്രശാന്ത സമുദ്രം. ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം എന്ത്? ഉത്തരം കറുപ്പ്. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ടൈറ്റാൻ? ഉത്തരം ശനി അഥവാ സാറ്റേൺ. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? ഉത്തരം രോഹിണി 1. 1972 വരെ ISRO പ്രവർത്തിച്ചത് ഏത് വകുപ്പിന് കീഴിലാണ്? ഉത്തരം ആണവോർജ വകുപ്പ്. തുമ്പയിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ട ആദ്യത്തെ റോക്കറ്റ് ഏത്? ഉത്തരം നൈക്ക് അപ്പാച്ചെ. ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിന്റെ പേര് എന്ത്? ഉത്തരം സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ഏത്? ഉത്തരം ലൂണ 2. അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട്? പ്രശസ്തമായ ഈ വരികൾ രചിച്ചത് ആര്? ഉത്തരം ONV കുറുപ്പ്. ലോകത്തെ ഏറ്റവും ചെലവ് കുറഞ്ഞ ചാന്ദ്രദൗത്യം ഏത്? ഉത്തരം ചന്ദ്രയാൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ഏത്? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രൻ ലാറ്റിൻ ഭാഷയിൽ അറിയപ്പെടുന്നത് എന്ത്? ഉത്തരം ലൂണ. ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം എത്ര? ഉത്തരം 3,84,400 കിലോമീറ്റർ. ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ചന്ദ്രന് വേണ്ട സമയം എത്ര? ഉത്തരം 27.32 ദിവസം. ചന്ദ്രന്റെ പലായന പ്രവേഗം അഥവാ എസ്കേപ്പ് വെലോസിറ്റി എത്ര? ഉത്തരം 2.4 km/s. ചന്ദ്രനും ഭൂമിയും ഭ്രമണപഥത്തിൽ അടുത്തു വരുന്നതിനെ പറയുന്ന പേര് എന്ത്? ഉത്തരം പെരിജി.
അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പേടകം എത്തിച്ച 5ാമത്തെ രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. ഏറ്റവും ആദ്യം ശരിയുത്തരം അയച്ചിരിക്കുന്നത് അരുണിമ എന്ന അക്കൗണ്ടാണ്. രണ്ടാമതായി രഞ്ജി എന്ന അക്കൗണ്ട്. മൂന്നാമതായി ധന്യ KM എന്ന അക്കൗണ്ട്. ശരിയുത്തരം അയച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ചന്ദ്രനും ഭൂമിയും ഭ്രമണപഥത്തിൽ അകന്നു വരുന്നതിനെ പറയുന്ന പേരെന്ത്? ഉത്തരം അപ്പോജി. നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ചന്ദ്രനിൽ സ്ഥാപിച്ച ലോകരാഷ്ട്ര തലവന്മാരുടേതായ ഫലകത്തിൽ എഴുതിയിരിക്കുന്നത് എന്ത്? ഉത്തരം ലോക നന്മ കൈവരാൻ മനുഷ്യന്റെ ചന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ. നാസ മൂണ്ട് അമേരിക്ക എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം റാൽഫ് റിനെ. നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ചന്ദ്രനിൽ ഇറങ്ങിയത് കെട്ടുകഥയാണ് എന്ന് പ്രതിപാദിക്കുന്ന വിവാദ പുസ്തകം ഏത്? ഉത്തരം നാസ മൂണ്ട് അമേരിക്ക. ഫേസ് ഓഫ് ദ മൂൺ ആരുടെ കൃതിയാണ്? ഉത്തരം റാൽഫ് ബാൾഡ്വിൻ. ചന്ദ്രനിൽ ഇതുവരെ എത്ര പേർ ഇറങ്ങിയിട്ടുണ്ട്? ഉത്തരം 12 പേർ. ചന്ദ്രനിൽ പതാക നാട്ടുന്ന എത്രാമത്തെ രാജ്യം ആണ് ഇന്ത്യ? ഉത്തരം 4ാമത്തെ. ചന്ദ്രയാൻ 1ന്റെ പല ഭാഗങ്ങളും നിർമ്മിച്ചു നൽകിയ കേരളത്തിലെ സ്ഥാപനം ഏത്? ഉത്തരം സിഡ്കോ ടൂൾസ്, ഉമയനല്ലൂർ, കൊല്ലം. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഏത്? ഉത്തരം ഫോബോസ്. ബഹിരാകാശ യാത്രയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സിയോകോൾവിസ്കി. സ്പുട്നിക് 1 വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം 1957 ഒക്ടോബർ 4. ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ആര്? ഉത്തരം ഡെന്നിസ് ടിറ്റോ. ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി ആര്? ഉത്തരം അനൗഷെ അൻസാരി. ഒരു ഉപഗ്രഹം ഉള്ള ഏക ഗ്രഹം ഏത്? ഉത്തരം ഭൂമി. ചന്ദ്രയാൻ 2 വിക്ഷേപണം നടത്തിയത് എന്ന്? ഉത്തരം 2019 ജൂലൈ 22. ചന്ദ്രയാൻ 2 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനത്തിന്റെ പേര് എന്ത്? ഉത്തരം GSLV മാർക്ക് 3. ചന്ദ്രയാൻ 2ന്റെ പ്രോജക്ട് ഡയറക്ടർ ആര്? ഉത്തരം മുത്തയ്യ വനിത. ചന്ദ്രയാൻ 3 ഉപയോഗിച്ച റോക്കറ്റ് ഏത്? ഉത്തരം ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. ചന്ദ്രയാനിലെ റോവർ ഏത്? ഉത്തരം പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലാൻഡർ ഏത്? ഉത്തരം വിക്രം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ചിലവ് എത്ര? ഉത്തരം 615 കോടി. ISROയുടെ ഇപ്പോഴത്തെ, അതായത് 2025 ചെയർമാൻ ആര്? ഉത്തരം V നാരായണൻ. ISROയുടെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം വിക്രം സാരാഭായ്. ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാൻ ആയിരുന്ന വ്യക്തി ആര്? ഉത്തരം സതീഷ് ധവാൻ. ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് ഏത്? ഉത്തരം IRS-1. എന്നാണ് ശ്രീഹരിക്കോട്ടയ്ക്ക് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേര് ലഭിച്ചത്? ഉത്തരം 2002. മംഗൾയാൻ വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം 2013 നവംബർ 5. മംഗൾയാനിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏത്? ഉത്തരം PSLV C-25. എന്നാണ് മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തിയത്? ഉത്തരം 2014 സെപ്റ്റംബർ 24. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം ചന്ദ്രന്റെ രാസഘടന, ധാതുക്കൾ, ജലകണികകൾ എന്നിവയെക്കുറിച്ചുള്ള പഠനം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൂര്യന്റെ ഏറ്റവും ബാഹ്യമായ വലയത്തിന്റെ പേര് എന്താണ്? ഉത്തരം കൊറോണ. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ആര്യഭടൻ. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? ഉത്തരം ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യ ഭൗമനിരീക്ഷണ ഉപഗ്രഹം ഏത്? ഉത്തരം ഭാസ്കര 1. അന്തർദേശീയ ബഹിരാകാശ വർഷം ഏതായിരുന്നു? ഉത്തരം 1992. സൂര്യന്റെ വാത്സല്യഭാജനം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ശുക്രൻ അഥവാ വീണസ്. സൂര്യനിൽ താപവും പ്രകാശവും ഉത്പാദിപ്പിക്കുന്ന പ്രക്രിയ ഏത്?
ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ. വിദ്യാഭ്യാസ ആവശ്യം മുൻനിർത്തി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഉത്തരം എഡ്യൂസാറ്റ്. സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യ ഫ്രഞ്ച് സംരംഭം. ഉത്തരം സരൾ. ലോകത്തിലെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ഉത്തരം എക്കോ. ചൈനയിലെ ബഹിരാകാശ സഞ്ചാരികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം തൈക്കോനട്ട്. ചന്ദ്രനും സൂര്യനും ഇടയിൽ ഭൂമി എത്തുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹണം ഏത്? ഉത്തരം ചന്ദ്രഗ്രഹണം. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ഏത്? ഉത്തരം ലൂണ 2. ഭാരതത്തിന്റെ ത്രിവർണ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ പതിച്ച ചാന്ദ്രയാനിലെ പേടകം ഏതാണ്? ഉത്തരം മൂൺ ഇമ്പാക്ട് പ്രോബ് അഥവാ MIP. മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലത്തിന്റെ പേര് എന്താണ്? ഉത്തരം ഷാക്കിൽട്ടൺ ഗർത്തം. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം ശ്രീഹരിക്കോട്ട. ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം M അണ്ണാദുരൈ. ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം രോഹിണി 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? ഉത്തരം G മാധവൻ നായർ. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2019 ജൂലൈ 22. ഏത് റോക്കറ്റ് ഉപയോഗിച്ചാണ് ചന്ദ്രയാൻ വിക്ഷേപിച്ചത്? ഉത്തരം PSLV C-11. ചന്ദ്രനിലേക്കുള്ള എത്രാമത്തെ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ? ഉത്തരം 68. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന് പേര് നൽകിയത് ആര്? ഉത്തരം AB വാജ്പേയി. ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ഏത്? ഉത്തരം ലൂണാർ റോവർ. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് പേടകം ഇറക്കിയ ആദ്യ രാജ്യം ഏത്? ഉത്തരം ചൈന. അവസാനമായി മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം? ഉത്തരം 1972 ഡിസംബർ 12. ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച പേടകം തിരികെ എത്തിച്ച് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? ഉത്തരം ചൈന. ഭൂമിയിൽ 60 കിലോ ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ ഉള്ള ഭാരം എത്രയാണ്? ഉത്തരം 10 കിലോഗ്രാം. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി സഞ്ചരിച്ച ആദ്യ യന്ത്രമനുഷ്യൻ ഏത്? ഉത്തരം ലൂണോ ഗോഡ്. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം? ഉത്തരം 6. ഹാലിയുടെ ധൂമകേതു എത്ര വർഷം കൂടുമ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നത്? ഉത്തരം 76 വർഷത്തിൽ ഒരിക്കൽ. ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലം ഭൂമിയുടെ എത്ര മടങ്ങാണ്? ഉത്തരം 1/6 മടങ്ങ്. മംഗൾയാൻ വിക്ഷേപിച്ച സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? ഉത്തരം K രാധാകൃഷ്ണൻ. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ടൈറ്റാൻ? ഉത്തരം ശനി അഥവാ സാറ്റേൺ. പച്ചഗ്രഹം, കിടക്കുന്ന ഗ്രഹം, ഉരുളുന്ന ഗ്രഹം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏത് ഗ്രഹം ആണ്? ഉത്തരം യുറാനസ്. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ബുധൻ അഥവാ മെർക്കുറി, ശുക്രൻ അഥവാ വീണസ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത്? ഉത്തരം ചൊവ്വ അഥവാ മാർസ്. ഗ്രഹപദവി നഷ്ടപ്പെട്ട ഗ്രഹം ഏത്? ഉത്തരം പ്ലൂട്ടോ. ഭൂമിയുടെ ഭ്രമണം ഏത് ദിശയിലേക്കാണ്? ഉത്തരം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. ഇൻസാറ്റിന്റെ പൂർണ്ണ രൂപം? ഉത്തരം ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ്. ചന്ദ്രനിലെ ആകാശത്തിന് കറുപ്പ് നിറം ആവാൻ കാരണമെന്ത്? ഉത്തരം ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട്. ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച രാജ്യം ഏത്? ഉത്തരം അമേരിക്ക. ശ്രീലങ്കയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ഉത്തരം രാവണ 1. നാസയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ.
ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തിന്റെ പേര് എന്താണ്? ഉത്തരം ഗഗൻയാൻ. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഉത്തരം സിലിക്കൺ. സൂര്യന്റെ ദൃശ്യമായ ഭാഗത്തിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം ഫോട്ടോസ്ഫിയർ. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ്? ഉത്തരം ഓറഞ്ച്. അപ്പോളോ സീരീസിലെ അവസാനത്തെ പേടകം ഏതാണ്? ഉത്തരം അപ്പോളോ 17. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആര്? ഉത്തരം വിക്രം സാരാഭായ്. ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം 1972. ISRO നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം 1969 ഓഗസ്റ്റ് 15. ISROയുടെ ആസ്ഥാനം ഏത്? ഉത്തരം ബാംഗ്ലൂർ. ISROയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം അന്തരീക്ഷ ഭവൻ. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ഏത്? ഉത്തരം നൈക്ക് അപ്പാച്ചെ. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയ വർഷം ഏത്? ഉത്തരം 1984. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയ വാഹനം ഏത്? ഉത്തരം സോയൂസ് T-11. ഏതു രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യ സോയൂസ് T-11 നിർമ്മിച്ചത്? ഉത്തരം റഷ്യ. ബഹിരാകാശത്ത് എത്തിയ എത്രാമത്തെ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ? ഉത്തരം 138ാമത്തെ. സമുദ്ര പഠനങ്ങൾക്കുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏത്? ഉത്തരം ഓഷൻസാറ്റ് 1. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ആന്ധ്രാപ്രദേശ്. പുലിക്കെട്ട് തടാകത്തെയും ബംഗാൾ ഉൾക്കടലിനെയും വേർതിരിക്കുന്നത് എന്ത്? ഉത്തരം ശ്രീഹരിക്കോട്ട. ISROയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ശ്രീഹരിക്കോട്ട. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ വാണിജ്യ സ്ഥാപനം ഏത്? ഉത്തരം ആൻഡ്രിക്സ് കോർപ്പറേഷൻ. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേക്ഷണ സംഘം ഏത്? ഉത്തരം ചന്ദ്രയാൻ. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടർ ആര്? ഉത്തരം M അണ്ണാദുരൈ. ഭൂപടങ്ങളും വിഭവ ഭൂപടങ്ങളും തയ്യാറാക്കാൻ സഹായിക്കുന്ന ഇന്ത്യൻ കൃത്രിമോപകരണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം കാർട്ടോസാറ്റ് 1, റിസോസാറ്റ് 1. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? ഉത്തരം കൽപ്പന ചൗള. കൽപ്പന ചൗള അന്തരിച്ച വർഷം ഏത്? ഉത്തരം 2003. ബഹിരാകാശത്ത് കൂടുതൽ കാലം ചിലവഴിച്ച ഇന്ത്യൻ വനിത ആര്? ഉത്തരം സുനിത വില്യംസ്. ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹം ഏത്? ഉത്തരം ആര്യഭട്ട. ലോകത്തിലെ ആദ്യ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏത്? ഉത്തരം എഡ്യൂസാറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ശൂന്യാകാശ സഞ്ചാരി ആര്? ഉത്തരം രാകേഷ് ശർമ്മ. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ഉത്തരം ആപ്പിൾ. എഡ്യൂസാറ്റ് വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം 2004 സെപ്റ്റംബർ 20. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജ ആര്? ഉത്തരം കൽപ്പന ചൗള. വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം തുമ്പ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് ആര്? ഉത്തരം വിക്രം സാരാഭായ്. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത്? ഉത്തരം തുമ്പ. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യം ഏത്? ഉത്തരം ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏത്?
ഉത്തരം PSLV-C 11. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുമ്പോൾ ഉള്ള ISRO ചെയർമാൻ ആര്? ഉത്തരം G മാധവൻ നായർ. മൂൺ മിനറോളജി മാപ്പർ അഥവാ M3 എന്ന ഉപകരണം ഇന്ത്യൻ പതാകയുമായി ചന്ദ്രനിൽ പതിച്ചത് എന്ന്? ഉത്തരം 2008 നവംബർ 14. ചന്ദ്രയാൻ 1 ദൗത്യം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചത് എന്ന്? ഉത്തരം 2009 ഓഗസ്റ്റ് 20. ചന്ദ്രനിൽ ജലമുണ്ടെന്ന് സ്ഥിരീകരിച്ച ചാന്ദ്ര ദൗത്യം ഏത്? ഉത്തരം ചന്ദ്രയാൻ 1. ചൊവ്വയെക്കുറിച്ച് പഠിക്കാനായി ഇന്ത്യ വിക്ഷേപിച്ച പേടകം ഏത്? ഉത്തരം മാർസ് ഓർബിറ്റർ മിഷൻ അഥവാ MOM. മംഗൾയാൻ വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം 2013 നവംബർ 5. മംഗൾയാൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏത്? ഉത്തരം PSLV-C 25. മംഗൾയാന്റെ ഭാരം എത്ര? ഉത്തരം 1337 കിലോ. മംഗൾയാൻ വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ഉത്തരം സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. മംഗൾയാന്റെ പ്രോഗ്രാം ഡയറക്ടർ ആര്? ഉത്തരം ഡോക്ടർ M അണ്ണാദുരൈ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? ഉത്തരം വ്യാഴം അഥവാ ജൂപ്പിറ്റർ. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏത്? ഉത്തരം ബുധൻ അഥവാ മെർക്കുറി. ഫസ്റ്റ് മെൻ ഓൺ മൂൺ എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം HG വെൽസ്. ലോക ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം അലക്സാണ്ടർ സിയോൾസ്കി. മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഡോക്ടർ ജഹാംഗീർ ബാബ. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ആര്? ഉത്തരം യൂറി ഗഗാറിൻ. യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയ വാഹനം ഏത്? ഉത്തരം വോസ്റ്റോക്ക് 1. യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത്? ഉത്തരം 108 മിനിറ്റ് കൊണ്ട്. ലോകത്തിലെ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഉത്തരം വാലന്റീന തെരഷ്കോവ. ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം കൽപ്പന ചൗള. കൽപ്പന ചൗളയുടെ ജന്മദേശം? കർണാൽ, ഹരിയാന. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം സുനിത വില്യംസ്. എത്ര ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് കഴിഞ്ഞത്? ഉത്തരം 322 ദിവസം. കൽപ്പന 1 എന്ന ഉപഗ്രഹത്തിന്റെ പഴയ പേര് എന്താണ്? ഉത്തരം മെറ്റ്സാറ്റ് 1. ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ ആരാണ്? ഉത്തരം ജോൺ ഗ്ലെൻ 77 വയസ്സിൽ. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? ഉത്തരം അലൻ ഷെപ്പേർഡ് 47 വയസ്സ്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഉത്തരം ചാൾസ് ഡ്യൂക്ക് 36 വയസ്സ്. ഭൂമിക്ക് ചുറ്റും 80 ദിവസങ്ങൾ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം ജൂൾസ് വേൺ. ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ആദ്യ ബഹിരാകാശ പേടകം ഏത്? ഉത്തരം ചാങ് 3. ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ആളില്ലാത്ത ബഹിരാകാശ പേടകം ഏതാണ്? ഉത്തരം ചാങ് 3. ചാങ് 3 പേടകത്തിൽ ഉണ്ടായിരുന്ന റോബോട്ടിക് വാഹനത്തിന്റെ പേര് എന്താണ്? ഉത്തരം U2. ചന്ദ്രനിൽ റോബോട്ടിക് വാഹനം ഇറക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ചൈന? ഉത്തരം 3ാമത്തെ രാജ്യം.
ചാങ് 3 ഇറങ്ങിയ ചന്ദ്രനിലെ സ്ഥലത്തിന്റെ പേര് എന്ത്? ഉത്തരം മഴവിൽ പ്രദേശം. ചന്ദ്രന്റെ വ്യാസം അഥവാ ഡയമീറ്റർ എത്രയാണ്? ഉത്തരം 3475 കിലോമീറ്റർ. ആകാശത്ത് ധ്രുവനക്ഷത്രം കാണപ്പെടുന്ന ദിക്ക് ഏതാണ്? ഉത്തരം വടക്ക് അഥവാ നോർത്ത്. ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ്? ഉത്തരം ഗലീലിയോ ഗലീലി. ഒളിമ്പസ് മോൺസ് എന്താണ്? ഉത്തരം അഗ്നിപർവ്വതം. ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഏത്? ഉത്തരം ഒളിമ്പസ് മോൺസ്. നക്ഷത്രത്തിന്റെ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം അതിന്റെ താപനില. ചന്ദ്രനിലെ പൊടിപടലങ്ങളെ കുറിച്ച് പഠിക്കാൻ നാസ 2013 വിക്ഷേപിച്ച പേടകം ഏത്? ഉത്തരം ലാഡി. ഇന്ത്യയിൽ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് എവിടെയാണ്? ഉത്തരം ശ്രീഹരിക്കോട്ട. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീഹരിക്കോട്ടയിൽ. ചന്ദ്രന്റെ എത്ര ശതമാനം ഭാഗം ഭൂമിയിൽ നിന്നും ദൃശ്യമാണ്? ഉത്തരം 59%. ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹം ഏത്? ഉത്തരം കാർട്ടോസാറ്റ് 1. ചന്ദ്രയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ഉപകരണം ഏത്? ഉത്തരം മൂൺ ഇമ്പാക്ട് പ്രോബ്. ബഹിരാകാശത്ത് വച്ച് മാരത്തൺ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത വനിത ആരാണ്? ഉത്തരം സുനിത വില്യംസ്. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏത്? ഉത്തരം ബുധൻ അഥവാ മെർക്കുറി. വലയങ്ങളുള്ള ഗ്രഹം ഏത്? ഉത്തരം ശനി അഥവാ സാറ്റേൺ. നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ഭൂമി. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ചന്ദ്രൻ? ഉത്തരം ഭൂമി. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം? ഉത്തരം സെലനോളജി. ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? ഉത്തരം സെലനോഗ്രാഫി. ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം അരിസ്റ്റോട്ടിൽ. ബഹിരാകാശത്ത് എത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെ? ഉത്തരം റേഡിയോ സന്ദേശം വഴി. ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ കാണപ്പെടുന്ന ചന്ദ്രനിലെ കറുത്ത പാടുകൾക്ക് പറയുന്ന പേര് എന്ത്? ഉത്തരം മരിയ. ചന്ദ്രനിലെ ഏറ്റവും വലിയ മരിയ ഏത്? ഉത്തരം മേയർ ഇംബ്രയ. ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം ടെറേ. ഉരുകുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം യുറാനസ്. ലോകത്തിലെ ആദ്യ കൃത്രിമോപഗ്രഹം ഏത്? ഉത്തരം സ്പുട്നിക്. അടുത്തിടെ നാസ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലസ്കോപ്പ് ഏത്? ഉത്തരം ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ്. ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ആപ്പിൾ. ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം ഏത്? ഉത്തരം സൂര്യൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ വീണ്ടും വീണ്ടും കണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്നായി പഠിക്കുക. ഇതുപോലെയുള്ള മറ്റ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ കൂട്ടുകാർക്കും ചില്ലു ബെല്ലു ഹില്ലുവിൻ്റെ വിജയാശംസകൾ.